ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ, ഈ പ്രോഗ്രാം കാണുവാൻ ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അനേക പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലഭിച്ച സൗഖ്യത്തെയും വിടുതലുകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ചക്കാലം മുഴുവൻ വളരെ അത്ഭുതകരമായി കർത്താവ് നമ്മളെ പരിപാലിപ്പാനിടയായി. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ച നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, എത്ര സർവശക്തനാണ്. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ സത്യം, ഒരു മതത്തെക്കുറിച്ച് പ്രസ്താവിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദാസനെ ഉയർത്താനോ, ഒരു സംഘടന നല്ലതാണെന്ന് പറയാനോ അല്ലെങ്കിൽ വേറൊരു കൂട്ടം ശരിയല്ലെന്ന് പറയാനോ അല്ല നമ്മൾ ഈ സമയം കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിക്കുകയും ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ സത്യ വെളിച്ചമായി ഈ ലോകത്തിലേക്ക് വരികയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പ്രസ്താവിക്കുന്നത്. പലർക്കും ഒരു ചോദ്യമുണ്ട്, യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്? യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? പിന്നെന്തിനാ എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കാണണമെന്നും പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് സഭയോ ഏത് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയോ ആകട്ടെ, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങളിത് വളരെയധികം ശ്രദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം അറിയുന്ന പോലെ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരു സംഘടനയും കൂടെ ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ മാനവകുലം മുഴുവൻ രക്ഷിക്കപ്പെട്ടെന്നാണോ ഈ പറയുന്നത്? ഇല്ല. നിങ്ങളുടെ ചുറ്റുപാടും എത്രയോ പാപികളുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടും എത്രയോ മദ്യപാനികളും ഈ ലോകപ്രകാരം പോകുന്നവരും സമാധാനം അനുഭവിക്കാത്തവരുമായി എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു എല്ലാവരെയും രക്ഷിക്കാൻ ഈ ഭൂമിയിൽ വന്നു എന്ന് പറയുമ്പം എല്ലാവരും എന്താ രക്ഷപ്പെടാത്തെ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ സത്യം, യേശു ക്രിസ്തുവിൻ്റെ ആ പരിശുദ്ധമായ രക്തം നമുക്ക് വേണ്ടി തന്നത് നമ്മുടെ പാപങ്ങളെ വിമോചിപ്പിക്കാൻ തന്നെയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നമ്മുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കുവാൻ, നമുക്ക് നിത്യജീവൻ തരാൻ തന്നെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ ഇതാർക്കാണ് ലഭിക്കുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. നിങ്ങളുടെ ചോദ്യം ഇതാണ്, യേശു ക്രിസ്തു എല്ലാവരെയും രക്ഷിക്കുന്നുവെങ്കിൽ എല്ലാവരും രക്ഷപ്പെടാത്ത എന്താണ്? യേശു ക്രിസ്തു എല്ലാവരെയും സൗഖ്യമാക്കുമെങ്കിൽ എല്ലാവരും സൗഖ്യമാകാത്ത എന്താണ്? യേശു ക്രിസ്തു എല്ലാവർക്കും സമാധാനം കൊടുക്കും ദൈവമാണെങ്കിൽ എല്ലാവർക്കും സമാധാനം കിട്ടാത്ത എന്താണ്? നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സോപ്പ് കമ്പനി ഉണ്ടെങ്കിലും, സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു സോപ്പ് ഫാക്ടറി ഉണ്ടല്ലെങ്കിൽ ഒരു സോപ്പ് നിങ്ങളാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ പ്രൊഡക്ഷനാണ്. പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സോപ്പ് കമ്പനി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ അഴുക്ക് പോകത്തില്ല. നിങ്ങളുടെ ശരീരത്തിൽ അഴുക്ക് പോകണമെങ്കിൽ അതിലൊരു സോപ്പ് എടുത്ത് നിങ്ങൾ കുളിച്ചാലേ നിങ്ങളുടെ അഴുക്ക് പോകത്തുള്ളൂ. സോപ്പ് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ അഴുക്ക് മാറത്തില്ല. എന്ന് പറയുന്ന പോലെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു സമാധാനം നൽകി. അത് വിശ്വാസത്താൽ നിങ്ങൾ സ്വീകരിക്കണം. യേശു ക്രിസ്തു നമുക്ക് പാപമോചനം തരുന്നു, അത് വിശ്വാസത്താൽ നിങ്ങൾ സ്വീകരിക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട്, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം നൽകിയിരിക്കുന്നു. എത്ര നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങൾക്ക് ഒരു കാരണവശാലും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിലും മനുഷ്യരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല രഹസ്യങ്ങളും നമ്മുടെ സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി ഈ രഹസ്യം വിശ്വസിക്കാൻ കൊള്ളാം എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞതാ ഏറ്റവും വലിയ പ്രശ്നമായ പലരുടെയും ജീവിതത്തിൽ. മനുഷ്യരോട് പറയുന്ന പല രഹസ്യങ്ങളും അത് പിന്നെ പരസ്യമായ രഹസ്യമായി മാറും. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവനോടല്ലേ നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്? നമ്മൾക്ക് പൂർണ്ണമായി സൗഖ്യം തരുവാൻ കഴിവുള്ള ഒരു നല്ല വൈദ്യനെ അല്ലേ നമ്മൾ ആശ്രയിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും ചീറ്റ് ചെയ്യത്തില്ല, നമ്മളെ ചതിക്കത്തില്ല, നമ്മളെ ഈ വ്യക്തി കൈവിടത്തില്ല, എപ്പോഴും നമ്മളെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയിൽ ആശ്രയിക്കുന്നതല്ലേ
ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് തുടർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ പോവുക. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്കത് കേൾക്കാം. വിശുദ്ധ ബൈബിൾ ഉള്ളവർ ആ ബൈബിൾ എടുക്കുക. നമുക്ക് വളരെയധികം ആ വചനം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അനുഗ്രഹത്തിന് അത് കാരണമായി തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവം സംസാരിച്ച വാക്കുകളല്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ ശബ്ദമല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവശബ്ദമാകുന്ന ദൈവത്തിൻ്റെ വചനം, യേശുക്രിസ്തുവിൻ്റെ ശബ്ദമാകുന്ന ദൈവത്തിൻ്റെ വചനം, യേശു പറയുന്ന ഈ വാക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത്, ദൈവവചനം എന്ന് പറയുന്നത് നമ്മളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടി ഉള്ള ഒന്നാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, യേശുവിൻ്റെ സന്തോഷം. രണ്ട്, നമ്മുടെ സന്തോഷം. അപ്പോൾ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു സന്തോഷത്തിൻ്റെ ദൈവമാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു സന്തോഷം തരുന്ന ദൈവമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വികാരങ്ങളിലൊന്നാണ് ചിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്. ദുഃഖം വരുമ്പോൾ കരയുകയും സന്തോഷം വരുമ്പോൾ ആനന്ദിക്കുകയും ചെയ്യുന്ന, ചിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു വികാരം ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിരിക്കാനുള്ള വികാരം ദൈവം മനുഷ്യർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചിലർക്കൊരു പ്രത്യേകതയുണ്ട്, അവരാരെയും നോക്കി ചിരിക്കില്ല, അവരെ ചിരിപ്പിക്കാനും കഴിയില്ല. ഏത് വിഷയത്തിൻ്റെ നടുവിലും അവർ വാടിയ മുഖത്തോടുകൂടെ നടക്കുന്നവരാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം സന്തോഷത്തിൻ്റെ ദൈവമാണ്. അവൻ്റെ മക്കൾ എപ്പോഴും സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ പല തവണ, ഒരു പ്രാവശ്യമല്ല പല തവണ എഴുതിയിരിക്കുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 16-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും. അപ്പം നിൻ്റെ സന്നിധിയിലാണ്, ദൈവസന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പരിപൂർണത. ഞാൻ ഇതിൽ നിന്ന് വളരെ സത്യമായൊരു സന്ദേശം നിങ്ങൾക്ക് തരുന്നു. ദൈവസന്നിധിയിൽ വരുന്നവനാണ് യഥാർത്ഥമായി സന്തോഷിക്കാൻ കഴിയുന്നത്. പണം നമുക്ക് തരുന്ന സന്തോഷം താൽക്കാലികമാണ്. ആ പണം നമ്മെ വിട്ടു പോകുമ്പോൾ സന്തോഷം നമ്മെ വിട്ടു പോകുന്നു. ഈ ലോകത്തിലെ മാനങ്ങളും പദവികളും നമുക്ക് തരുന്ന സന്തോഷം ആ പദവികൾ നിലനിൽക്കുന്ന സമയം വരെ ഉള്ളൂ. ആ പദവികൾ നമ്മെ വിട്ടു പോകുമ്പോൾ ആ സന്തോഷം നമ്മെ വിട്ടു പോകുന്നു. എന്നാൽ ദൈവം തരുന്ന സന്തോഷമോ, അതാണ് നിലനിൽക്കുന്നത്. കാരണം ദൈവം നമ്മളെ വിട്ടുപോകുന്നില്ലല്ലോ, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുന്നില്ലല്ലോ. അതുകൊണ്ട് ആ സന്തോഷം നിലനിൽക്കുന്നതാണ്. ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ പല ദുഃഖങ്ങളും നിരാശകളും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. യഥാർത്ഥമായി പലപ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാത്ത ഒരനുഭവമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം
10-11 വാക്യങ്ങൾ എന്നാണ് ലൂക്കോസ് 2:10-11 എഴുതിയിരിക്കുന്നത്. സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദൂതൻ മറിയോട് പറയുകയാണ്, സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ആരാണ് ഈ മഹാസന്തോഷം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ ദൈവമക്കളെ, മഹാസന്തോഷത്തിൻ്റെ ഉടമയാണ് യേശു ക്രിസ്തു. അവനിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. വാസ്തവത്തിൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നതും നമ്മൾ ആകുലപ്പെട്ടിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വല്ലാതെ തളർന്ന് ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ സാഹചര്യങ്ങളാണ്. ഒന്നെങ്കിൽ പൈസയില്ല, അല്ലെങ്കിൽ സ്നേഹിച്ചവർ നിങ്ങളെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭവനമില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണമായിരിക്കാം നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഏത് വിഷയത്തിനാണ് ദൈവത്തിന് പരിഹാരം തരാൻ കഴിയാത്തത്? യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ഓർത്തേ, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിങ്ങളുടെ വളരെ അടുത്ത ബന്ധമുള്ള ആ വ്യക്തി, ഒരു പക്ഷേ അമ്മയാകാം, അപ്പനാകാം, ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം. മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്ന അധികം നാൾ അവർ കാണത്തില്ലെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ, അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന പരിജ്ഞാനം ഉപയോഗിച്ച്, ആ ഡോക്ടറിന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. ഞാൻ ഒരിക്കലും അതിനെതിരല്ല. ദൈവം അങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ സമൂഹത്തിൽ എഴുന്നേൽപ്പിച്ചിട്ടുള്ളതൊരു നന്മ തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഡോക്ടറാണോ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒരിക്കലും അല്ല. ഈ ഡോക്ടറാണോ ആ വ്യക്തിയെ ഉണ്ടാക്കിയത്? ഒരിക്കലുമല്ല. ഈ ഭൂമിയിൽ ആരൊക്കെ ജനിക്കണം, ഈ ഭൂമിയിൽ ആരൊക്കെ മരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ദൈവമല്ലേ? മുകളിലേക്ക് വലിക്കുന്ന ശ്വാസം താഴേക്ക് വിടാൻ അനുവദിക്കുന്നത് ദൈവമല്ലേ? നമുക്ക് സൗന്ദര്യം തന്നതും ആരോഗ്യം തന്നതും നമുക്ക് വാഹനം തന്നതും വീട് തന്നതും പഠനം തന്നതും പണം തന്നതും എല്ലാം ദൈവത്തിൻ്റെ കൈയാണ്. പക്ഷെ മനുഷ്യൻ ഇത് ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായൊരു കാര്യം. മനുഷ്യൻ ഇത് ഓർക്കുന്നില്ല. കാരണം എൻ്റെ ദൈവമാണ് എനിക്കിതെല്ലാം നൽകിയത്, എനിക്ക് മീതെ ഒരു ദൈവമുണ്ട് എന്നൊരു ചിന്ത മനുഷ്യർക്കുണ്ടായിരുന്നെങ്കിൽ മനുഷ്യരൊരിക്കലും അഹങ്കരിക്കില്ല. ഇന്ന് മനുഷ്യൻ്റെ അഹങ്കാരങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. പണം കണ്ടുകൊണ്ട്, പ്രതാപം കണ്ടുകൊണ്ട്, സൗന്ദര്യം കണ്ടുകൊണ്ട്, കഴിവുകൾ കണ്ടുകൊണ്ട്. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് നെഗളിക്കാനോ അഹങ്കരിക്കാനോ പുകഴാനോ യാതൊന്നുമില്ല. ഒന്നും കണ്ടുകൊണ്ട് നമുക്ക് നിഗളിക്കാനില്ല. താൽക്കാലികമായി നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. 80 വയസ്സ് വരെ, അല്ലെങ്കിൽ 90 വയസ്സ് വരെ, 75 വയസ്സ് വരെ. അത് ഇപ്പം ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആർക്കാണ് മരണം വന്ന് ഭവിക്കുക എന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. ചെറിയ കുഞ്ഞിനും വലിയ ആൾക്കും വൃദ്ധനും യൗവനക്കാർക്കും ഒക്കെ അതുണ്ടാകുന്നു. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാൾ ദൈവത്തെ അറിഞ്ഞും അവൻ്റെ നാമത്തിന് മഹത്വം കൊടുത്തും ജീവിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ആരോഗ്യമുള്ളപ്പം നിങ്ങൾക്ക് തോന്നും കള്ളു കുടിച്ചാൽ എന്താണ്, ആരോഗ്യമുള്ളപ്പം നിങ്ങൾക്ക് തോന്നും വഴക്കുണ്ടാക്കാൻ പോയാൽ എന്താണ്. പക്ഷേ ഈ നാളുകളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഈ സാഹചര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഇതിനെ നോക്കിക്കൊണ്ട് ഭയങ്കര ബുദ്ധിമാനായ ശലോമോൻ പറഞ്ഞ എന്നാണെന്നറിയാം, എല്ലാം മായ. യൗവനം എന്ന് പറയുന്നത് മായയാണ്. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുന്നു. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റേതായ സ്വഭാവം ആ കുഞ്ഞ് പ്രകടമാക്കുന്നു. പക്ഷേ ഒരു 4-5 വർഷത്തിനുള്ളിൽ ആ കുഞ്ഞിൻ്റെ ബിഹേവിയർ ടോട്ടലി ചേഞ്ച് ആകുന്നു. 5 വയസ്സാകുമ്പോൾ അവൻ കുറച്ചും കൂടെ അടുത്ത സ്വഭാവം പ്രകടമാക്കുന്നു. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ അവൻ്റെ സ്വഭാവം വളരെ വ്യത്യസ്തമാകുന്നു. എന്നാൽ ആ 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെ കുറച്ചുകൂടെ അവൻ ആൾ മാറുന്നു. 15 വയസ്സ് മുതൽ 20 വയസ്സ് വരെ അവൻ മറ്റൊരു വ്യക്തിയായിത്തീരുന്നു. 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ശരിക്കും പറഞ്ഞാൽ അവനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്വഭാവത്തിലേക്ക് അവൻ പോകുന്നു. 25 വയസ്സ് കഴിയുമ്പോൾ അവൻ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം വയസ്സും പ്രായവും സമയവും കാലവും എല്ലാം മായയാണ്. അത് വേഗം മാറിപ്പോകുന്നതാണ്. പക്ഷേ നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, ദൈവസ്നേഹം.
നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, യേശുവിനോടൊപ്പമുള്ള ജീവിതം. അങ്ങനെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശുവിൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യൗവനക്കാരെ, ഇന്ന് പല യങ്സ്റ്റേഴ്സും എന്നെ കേട്ടുകൊണ്ടിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, കൂട്ടുകാർ നമ്മളെ കൂടെ നടന്ന് കള്ളു കുടിക്കാനും തിന്മയിലേക്ക് പോകാനൊക്കെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ സത്യം പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായത്തിൽ കുറഞ്ഞ കൂട്ടുകാരും നിങ്ങളുടെ പ്രായത്തിൽ കൂടിയ കൂട്ടുകാരും നിങ്ങൾക്ക് കാണും. നിങ്ങളുടെ കയ്യിൽ നല്ല വാഹനമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഷോ ഓഫ് ചെയ്യാൻ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകപ്രകാരം പോകാൻ ഒത്തിരി പേര് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. പക്ഷെ നിങ്ങളൊരു രോഗത്തിലോ ദുഃഖത്തിലോ പ്രശ്നത്തിലോ പെട്ട് കിടക്കുമ്പോൾ ആരും നിങ്ങളെ സഹായിക്കും? ഇന്ന് നിങ്ങളുടെ ബൈക്കിൻ്റെ പുറകിൽ കയറി നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് നല്ല വ്യക്തിയാണ്, നല്ല സ്നേഹമുള്ള ആളാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി ഒരു 2-3 മാസം നിങ്ങൾ ബെഡ് റെസ്റ്റ് ആയി പോയാൽ ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളെ മറക്കും. അവൻ വേറെ കൂട്ടുകാരുടെ കൂടെ പോകും. നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, സ്നേഹിക്കുന്നെങ്കിൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീയോ ഒരു സ്ത്രീ ഒരു പുരുഷനെയോ സ്നേഹിക്കുന്നെങ്കിൽ, യൗവനക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സൗന്ദര്യം കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത്. നിങ്ങളുടെ മുഖത്തൊരു ചെറിയ മുഖക്കുരു വന്നാൽ, ഒരു വ്രണം വന്നാൽ ആ വ്യക്തി നിങ്ങളെ മറക്കും. നിങ്ങൾക്ക് ഇന്നുള്ളതിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നാൽ ഈ കൂടെ നടക്കുന്നവരെല്ലാം നിങ്ങളെ കൈവിടും. കൈവിട്ടില്ലേ? ആ അനുഭവത്തിലല്ലേ ഇന്ന് നിങ്ങളെന്നെ കേൾക്കുന്നത്? പക്ഷെ കൈവിടാത്ത ഒരുത്തനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. അവൻ്റെ പേരാണ് നസ്രയനായ യേശു. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഒരിക്കലും കർത്താവ് മാറത്തില്ല. ഒരിക്കലും അവൻ ഉപേക്ഷിക്കത്തില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്കൊന്നിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. നിശ്ചയമായും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ഇപ്പോൾ എൻ്റെ കൂടെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാം നിൻ്റെ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം ഞങ്ങളിലിരിക്കാനും ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും നിൻ്റെ വചനത്തെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇവരെ നിരാശപ്പെടുത്തുവാൻ, ഇവരെ ദുഃഖത്തിലാക്കുവാൻ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം ശത്രു പ്രവർത്തിക്കുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മേൽ കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കൾ ഇപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കരം അവരെ തൊടുവാൻ, അവരെ സ്പർശിക്കുവാൻ ഇടയാകട്ടെ. എല്ലാ തടസ്സങ്ങളും അതിൻ്റെ മേൽ നിന്ന് മാറട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. സാമ്പത്തികമായി ഞെരുങ്ങുന്ന കടഭാരത്തിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നു. കടം വീട്ടുവാൻ കടം വാങ്ങി കടത്തിൻ്റെ മേൽ കടമായ ആ കുടുംബത്തിൻ്റെ മേൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ആ ലോണുകൾ, പലിശയ്ക്കൊക്കെ പണമെടുത്ത് പല ഡിസ്റ്റർബൻസുകൾ അനുഭവിക്കുന്ന ആ കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ കരം ഇപ്പോൾ വരട്ടെ കർത്താവെ. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. നിരാശപ്പെടുത്താൻ, ഇവരെ മനസ്സുകൊണ്ട് തളർത്താൻ, മരണചിന്തകളിലേക്ക് നയിക്കാൻ നിൽക്കുന്ന എല്ലാ ദുരാത്മ സ്വാധീനവും യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഇപ്പോൾ വിട്ടുമാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. എല്ലാ തൈറോയിഡിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തൈറോയിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരിക്ക് അത്ഭുത സൗഖ്യം കർത്താവ് വഹിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി നിങ്ങൾ തൈറോയ്ഡ് അനുഭവിക്കുന്നു. നിങ്ങൾ അവിടേക്ക് കൈവച്ചാട്ടെ. ആമേൻ. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിലുള്ള സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഇപ്പോൾ തന്നെ അങ്ങയുടെ കരം ചലിക്കുന്നതിനാൽ നന്ദി. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തന്മാരെ, അങ്ങയുടെ ദാസന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരെ ഏത് സഭയുടെ അധ്യക്ഷനാക്കി നീ വെച്ചിരിക്കുന്നോ ആ ദൈവസഭയ്ക്ക് അവരൊരു അനുഗ്രഹമാകട്ടെ. അനേകർക്കൊരു ആത്മീയ പിതാവായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നീ അവരെ സഹായിച്ചാട്ടെ കർത്താവെ. അവരോടൊന്നിച്ച് പ്രവർത്തിക്കുന്നവർ ഏക അഭിപ്രായം
അഭിപ്രായവും ഏക മനസ്സുമുള്ളവരായിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് സഹായിക്കണമേ. സ്വസ്ഥതയോടെ സമാധാനത്തോടെ നിൻ്റെ വേല ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അവർക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വാർദ്ധക്യ സഹജമായ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ, പിതാക്കന്മാർ, അമ്മമാർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. യേശുവേ, അവരുടെ ജോയിൻസിലുള്ള വേദനകൾക്ക് സൗഖ്യമയച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിൽക്കുന്ന നീരും വേദനയും സൗഖ്യമാകട്ടെ. ആ നീരും വേദന ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അത്ഭുതകരം തൊട്ടതിനാൽ നന്ദി. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വാസ്തവമായും ഇന്നൊരു വലിയ അത്ഭുതം കർത്താവ് ചെയ്തിട്ടുണ്ട്. കർത്താവ് വലിയ ചെയ്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഒരിക്കൽ കൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബഹുമാനവും സ്നേഹവും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ സർവശക്തനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.